സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഒരു വൈദികനിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹം, കരുണ, ആശ്രയം എന്നിവയിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല. അങ്ങനെ ചില വൈദികർ നമുക്കിടയിലുണ്ട്. സ്നാപകന്റെ താപസ പാരമ്പര്യവും യേശുവിൻ്റെ പ്രവർത്തന നിരതയും ഒത്തുചേർന്ന പ്രേഷിത വര്യന്മാർ. അവരെ നാം കാണാതെ പോകുന്നത് ചാവുദോഷമാണ്. അതിനൊപ്പം ഈ വേദവാക്യങ്ങൾ കൂടി കൂട്ടി വായിക്കാം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്നും ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. എങ്കിലിതാ അങ്ങനെ ഒരാൾ, ഫാദർ ജേക്കബ് കുളങ്ങര.
വിദ്യാഭ്യാസത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം ഒരു നഴ്സറി സ്കൂൾ പള്ളി കോമ്പൗണ്ടിൽ ആരംഭിച്ചു. നീലേശ്വരത്തുള്ള സെയിന്റ് ആൻസ് സന്യാസ സഭയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കോൺവെന്റ് ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. ടൗണിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്ന പള്ളിവക സ്ഥലവും കെട്ടിടവും ഗവൺമെന്റ് നഴ്സസ് ഹോസ്റ്റലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്ഥലവും കെട്ടിടവും രൂപത അധ്യക്ഷന്റെ അനുമതിയോടെ സെയിന്റ് ആൻസ് സിസ്റ്റേഴ്സിന് സ്കൂൾ നടത്താൻ വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ഫാദർ ജേക്കബ് കുളങ്ങര കാഞ്ഞങ്ങാട് അപ്പസ്തോലറാണി ചർച്ചിലെ പാരിഷ് പ്രീസ്റ്റ് ആയിരുന്ന സമയത്ത് പള്ളിയുടെ സൈഡിൽ ഒരു ഷെഡ് കെട്ടി അവിടെ KG ക്ലാസ് തുടങ്ങി. നീലേശ്വരത്തു നിന്ന് ഞങ്ങളുടെ ഒരു സിസ്റ്റർ അവിടെ പോയി പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന നേഴ്സസ് ക്വാർട്ടേഴ്സിലെ നേഴ്സസിനെ ഇവിടെ നിന്ന് മാറ്റി ആ സ്ഥലം ഞങ്ങൾക്ക് തരികയും അങ്ങനെ ഇവിടെ ബിൽഡിങ്ങും സ്കൂളും എല്ലാം ഡെവലപ്പായി വന്നു. അപ്പോൾ ഇത് ഹയർ സെക്കൻഡറി സ്കൂളായി. 2002 2500ഓളം കുട്ടികൾ ഇവിടെയുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് പള്ളി വികാരിയായിരുന്ന അവസരത്തിൽ കാഞ്ഞങ്ങാടുള്ള പൗരപ്രമുഖർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇവിടുത്തെ വലിയൊരു ആവശ്യം ഒരു സ്കൂള് ഉണ്ടാകുക എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ പള്ളിമുറ്റത്ത് തന്നെ ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അന്ന് നീലേശ്വരത്തുള്ള സെൻറ്റ് ആൻസ് കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററിനെ അവർ അയച്ചു. നീലേശ്വരത്തെ സെൻറ്റ് ആൻസ് കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ എല്ലാ ദിവസവും അവിടെ വന്ന് പഠിപ്പിക്കുകയും വൈകുന്നേരം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പിന്നീട് അവർക്ക് ഇവിടെ ഒരു കോൺവെൻറ്റ് സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മദർ ജനറൽ എഴുതുകയും മംഗലാപുരത്ത് നിന്ന് മദർ ജനറൽ ഇവിടെ വന്ന് ഈ സ്ഥലവും എല്ലാം കണ്ട് എത്ര ദൂരമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഇവിടെ കോൺവെൻറ്റ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. 1969 കത്തീഡ്രൽ വികാരിയായി ചാർജ് എടുത്ത അദ്ദേഹം കത്തീഡ്രൽ ഇടവകയുടെ സർവോന്മുഖമായ പുരോഗതിക്കായി പ്രവർത്തിച്ചു. ഇടവകയ്ക്ക് ഒരു സമ്മേളനം നടത്തുവാനുള്ള സ്ഥലമില്ലാതിരുന്നത് ഒരു വലിയ പോരായ്മയായി മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യമായി ചെയ്തത് അവിടെ ഒരു പാരിഷ് ഹാൾ പണിയുവാനുള്ള പദ്ധതിയിടുകയായിരുന്നു. ദൈവാനുഗ്രഹത്താൽ രൂപതാ ജൂബിലിയും അഭിവന്ദ്യ പത്രോണിപ്പിതാവിൻ്റെ ജൂബിലിയും ഈ അവസരത്തിൽ സമാഗതമായി എന്നുള്ളത് ദൈവപരിപാലനയുടെ വലിയ നിമിത്തമായി അദ്ദേഹം കരുതുന്നു. ഈ ജൂബിലി മെമ്മോറിയൽ ഹാൾ ഇന്ന് കത്തീഡ്രലിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി നിലകൊള്ളുന്നു. ജേക്കബ് കുളങ്ങര അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അച്ഛനുമായിട്ട് പരിചയപ്പെടുന്നത് 1979 അന്ന് അച്ഛൻ കത്തീഡ്രലിലെ 2ാമത്തെ പ്രാവശ്യം ഇവിടെ
വികാരിയായിട്ട് വന്ന അവസരത്തിൽ ഞാനന്നൊരു സെമിനാരിക്കാരനായിരുന്നു. അന്ന് ഈ ബൈബിൾ കലോത്സവം എന്നൊക്കെ പറയുന്നതൊക്കെ തുടങ്ങിയിട്ടുള്ള അവസരമായിരുന്നു. അപ്പോൾ അച്ഛനാണ് എന്നെ നിർബന്ധിച്ച് ബൈബിൾ ബാലെ തയ്യാറാക്കാനും അത് സംസ്ഥാന തലത്തിൽ പോയി സമ്മാനം കൊണ്ടുവരുവാനൊക്കെ ഇടയായത്. പക്ഷേ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഇടവകയിലെ ജനങ്ങളോടാണ്. ഒരു വികാരിയച്ഛൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തി എന്നതാണ്. അച്ഛൻ പലപ്പോഴും പലരും പറയാറുള്ളത് ഒരു വളരെ പിശുക്ക് കാണിക്കുന്ന ആളാണ്. പക്ഷേ ഈ പിശുക്ക് ഉണ്ടാക്കുന്ന പൈസ പാഴാക്കാതെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ കത്തീഡ്രലിന് ഒരു കത്തീഡ്രൽ കോളനിയുണ്ട്. വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് അച്ഛൻ ചെയ്ത വലിയൊരു പരിശ്രമമാണ്. അതുപോലെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റുണ്ട്, കത്തീഡ്രൽ അപ്പാർട്ട്മെൻറ്റ്. അതൊക്കെ അച്ഛൻ ഇങ്ങനെ പിശുക്കി ഉണ്ടാക്കിയ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് അത് നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിച്ച ആ ഒരു രീതി അച്ഛൻ്റെ സ്ഥിരം രീതി അതാണ്. അച്ഛന് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല. വളരെ ലളിതമായ ഭക്ഷണം. ഞാൻ അച്ഛൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം. വളരെ ലളിതമായ ഭക്ഷണം, അതുപോലെ തന്നെ ജീവിത രീതികൾ ഒന്നും അച്ഛനില്ല. പക്ഷേ 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി അച്ഛൻ അവൈലബിളാണ്. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അച്ഛന് മനസ്സിലാക്കണം, കളിപ്പിക്കാൻ പറ്റില്ല അച്ഛന്. ശരിയായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ അച്ഛൻ അത് ചെയ്തു കൊടുത്തിരിക്കും. ഇത് ഞങ്ങളുടെ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ വെച്ചാണ് 1960 ഡിസംബർ മാസം 3-ാം തീയതി ഞാൻ വൈദിക പട്ടം സ്വീകരിച്ചത്. അന്നത്തെ ബിഷപ്പായിരുന്ന അഭിമന്യ ആൽദോ മരിയ പത്രോണി ബിഷപ്പാണ് എനിക്ക് വൈദിക പട്ടം നൽകിയത്. ആ ദിവസവും ഈ പള്ളിയുമെല്ലാം എൻ്റെ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഈ പള്ളിയുമായിട്ട് വലിയൊരു ബന്ധം, അഭേദ്യമായ ബന്ധം എനിക്കുണ്ട്. ഞാൻ വൈദികനായ ഈ ദേവാലയം, അതുകൊണ്ട് തന്നെ പ്രത്യേകമായ സ്നേഹവും ആദരവും ഈ പള്ളിയോടുണ്ട്. അതിനുശേഷം 9 വർഷത്തിന് ശേഷം 1969 ഞാനൊരു വികാരിയായി നിയമിതനായി. തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നു അത്. വളരെ ചെറുപ്പം, 9 വർഷം മാത്രമേ ഞാൻ വൈദികനായിട്ടുള്ളൂ. ആ അവസരത്തിൽ വന്യപിതാവിന് വന്യപിതാവിന് അർപ്പിച്ച ആ വലിയ വിശ്വാസവും എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിനുള്ള ധൈര്യമൊക്കെയാണ് അത് ഞാൻ മനസ്സിലാക്കിയത്. കുറച്ചെല്ലാം ഭയത്തോടു കൂടിയാണെന്ന് വരികിലും അഭിമന്യ പിതാവിൻ്റെ ആ നിയമനം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഇവിടെ വികാരിയായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ ദേവാലയത്തിൻ്റെയും ഈ ഇടവക ജനങ്ങളുടെയും സർവതോമുഖമായ അഭിവൃദ്ധിക്കായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. ഇവിടെ അന്ന് ഏറ്റവും അധികം ആവശ്യമായിരുന്നത് ഒരു പാരിഷ് ഹോളാണ്. മീറ്റിംഗ് കൂടുന്നതിനും സമ്മേളനങ്ങൾ നടത്താനൊന്നും യാതൊരു സൗകര്യമൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് മാരേജൊക്കെ വന്നു കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായ ചടങ്ങുകൾക്ക്, അതുപോലെ തന്നെ വലിയ വലിയ സെമിനാറുകൾ നടത്തുമ്പോൾ, മീറ്റിംഗ് നടത്തുമ്പോൾ സൗകര്യപ്രദമായ ഒരു സ്ഥലം ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതായി ഞാൻ കണ്ടു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇവിടെ ഒരു ഹോള്, പാരിഷ് ഹോള് പണിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ഈ പള്ളിയുടെ വലത്തുവശത്ത് കാണുന്ന മനോഹരമായ ഹോൾ ജൂബിലി മെമ്മോറിയൽ ഹോൾ എന്ന പേരിൽ അത് പണിയുകയും ചെയ്തു. ഇന്നത്തെ കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള ചിറക്കൽ മിഷൻ അതൊക്കെ വളർത്തി വലുതാക്കിയ ആളുകൾ വിദേശ മിഷണറിമാരുണ്ടായിരുന്നു, ഇറ്റലിക്കാരുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധമായ കൈറോണി അച്ഛനും ടഫ്രേൽ അച്ഛനും വെൻഡർമൻ അച്ഛനും ഡെൽസോട്ട അച്ഛനും ഇപ്പോൾ അന്തരിച്ചു പോയ സുക്കോളച്ഛനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരോടൊപ്പം പ്രവർത്തിച്ചതിൽ കുളങ്ങര അച്ഛനും ഉണ്ടായിരുന്നു. ഈ കുളങ്ങര അച്ഛൻ്റെ ഒരു പ്രത്യേക കഴിവ് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് പത്രോണിയൊക്കെ ആരംഭിച്ച ഈ മതബോധന പ്രക്രിയ, കാറ്റഗറ്റിക്കൽ മൂവ്മെൻറ്റ് എന്നാണ് ഞങ്ങൾ പറയുന്നത്, അത് തുടങ്ങി വെച്ചതിൽ ബിഷപ്പ് പത്രോണിയോടൊപ്പം
ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ട് പ്രവർത്തിച്ചത് കുളങ്ങര അച്ഛനാണ്. അപ്പോൾ ചിറക്കൽ മേഖലയിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവരുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മലയാളത്തിലെ തർജ്ജമയുണ്ട്, അതുപോലെ ബൈബിളുണ്ട്. അതൊക്കെ മറ്റുള്ളവർ വായിച്ചതിനേക്കാൾ എത്രയോ അവർ വായിച്ചിട്ടുണ്ട്, അതിനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുളങ്ങര അച്ഛനൊക്കെ കൂടെ ചെയ്ത വലിയൊരു പ്രവർത്തനമാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അൽമായ നേതാക്കളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നാണ്. അതൊക്കെ കുളങ്ങര അച്ഛൻ്റെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ഇവിടെ നിന്ന് 1976 ഞാൻ മാനന്തവാടിയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ ഫൊറോന വികാരിയായിട്ട് എന്നെ നിയമിച്ചു. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ രൂപതയുടെ ആദ്യത്തെ തദ്ദേശ മെത്രാനായിട്ട് ബിഷപ്പ് മാക്സിൽ നൊറോണ തിരുമേനിയെ റോമിൽ നിന്ന് നിയമിച്ചത്. അഭിമന്യ മാക്സിൽ നൊറോണ തിരുമേനിയുടെ മെത്രാഭിഷേകത്തിന് മുമ്പ് എന്നെ വീണ്ടും രണ്ടാം പ്രാവശ്യവും കത്തീഡ്രൽ പള്ളിയിലേക്ക് വികാരിയായി നിയമിച്ചു. അങ്ങനെ മെത്രാഭിഷേക ചടങ്ങുകളുടെ എല്ലാം ജനറൽ കൺവീനറായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും പരിപാടി അങ്ങേയറ്റം വിജയിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ നന്ദിയോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ രണ്ടാം പ്രാവശ്യം വന്ന അവസരത്തിലാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് താമസ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, പ്രത്യേകിച്ച് സെൻറ്റ് വിൻസെൻ്റ് ഇൻഡസ്ട്രിയൽസിന് മുൻഭാഗത്തുള്ള ഫയർ സർവീസ് ലൈനിൽ ഒരേ മുറിയിൽ ഓരോ കുടുംബവും താമസിച്ച് വളരെയധികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് കണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് മാവൂർ റോഡിലുള്ള പൊറ്റമൽ എന്ന സ്ഥലത്ത് 40 സെൻറ്റ് സ്ഥലം വാങ്ങുകയും അവിടെ 8 വീടുകൾ നിർമ്മിച്ചുകൊണ്ട് അർഹരായിട്ടുള്ള 8 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് അവിടെ താമസിപ്പിക്കുകയും ചെയ്തത്. കത്തീഡ്രൽ വികാരിയായിരുന്നപ്പോഴാണ് അദ്ദേഹം മാവൂർ റോഡിന് സമീപം 40 സെൻറ്റ് സ്ഥലം വാങ്ങിയത്. ഇടവകയിലെ ഏറ്റവും നിർധനരായ 8 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്ക് 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും നൽകി സഹായിച്ചു. അവരെല്ലാവരും ഇന്ന് സംതൃപ്തരായി സന്തോഷമായി ജീവിക്കുന്നു. കത്തീഡ്രൽ കോളനി എന്നാണ് ഈ കോളനി അറിയപ്പെടുന്നത്. ഞങ്ങൾ മുതലക്കുളം താമസിക്കുകയായിരുന്നു. അവിടെ വെച്ച് എനിക്ക് വീടൊന്നും ഉണ്ടായില്ല, ഒരു വാടക വീടായിരുന്നു ചെറുത്. അപ്പം അച്ഛൻ ഇങ്ങനെ വീട് വെഞ്ചിരിപ്പിന് വന്നപ്പം എൻ്റെ വീട് കണ്ട് വിഷമമായി അച്ഛന്. മഴയത്ത് ചോർന്ന് വലിച്ചൊരു വീടൊക്കെ ആയിരുന്നു. പിന്നെ മോള് കാറ്റസൺ ക്ലാസ്സിൽ പോയപ്പോഴാണ് കാറ്റസൺ ടീച്ചർ ചോദിച്ചത് വീടില്ലാത്തവരാരാണെന്ന് ചോദിച്ച്. അപ്പോൾ എൻ്റെ മോള് കൈവന്തിച്ചപ്പോൾ അച്ഛൻ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഞങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ വീട് കൊടുക്കണ്ടായാലൊരു വീട് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ വന്ന് ഇവിടെ ഒന്ന് വീടൊക്കെ കണ്ട്. അന്ന് വെള്ളമൊന്നുമില്ല, വിളക്കുമില്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടി. ഇപ്പോൾ തമ്പുരാൻ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദി പറയണം. എൻ്റെ മക്കളിപ്പോൾ 2 വലുതായി, ഒരു കല്യാണം കഴിപ്പിച്ച്, ഭർത്താവിന് ജോലിയൊന്നുമില്ല, സുഖമില്ലാണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം മോളെ കുട്ടിയാണിത്. സുഖമായി സന്തോഷത്തോടെ ജീവിക്കണം. അച്ഛന് വേണ്ടിയെന്നും ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. അച്ഛൻ ചെയ്തൊരു ഉപകാരം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ 8 വീട്ടുകാർ വളരെ സന്തോഷമായിട്ട് സംതൃപ്തരായി കഴിയുന്നു. കുട്ടികളെല്ലാം വളർന്നു, അവരെല്ലാം നല്ലപോലെ പഠിച്ചു, അവർക്കെല്ലാം ജോലിയായി. അങ്ങനെ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ദേവാലയ കർമ്മങ്ങൾക്ക് മുടക്കം കൂടാതെ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാകുന്നുണ്ട്. ആരും കുടുംബത്തിൽ കലഹമുണ്ടാക്കുകയോ മദ്യപാനത്തിന് അടിമകളാകുകയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വളരെ ധാരാളമായി എൻ്റെ പ്രവർത്തനങ്ങളുണ്ടായി. അതിൻ്റെ ഫലമാണ് ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്. അവർക്ക് വളരുവാനും വികസിക്കുവാനും എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ചെറിയ റോഡൊക്കെ വലിയ റോഡുകളായി. ഇപ്പോൾ വാഹനം തന്നെ വരത്തക്ക ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നിനൊന്ന് മുന്നോട്ട് പോകുന്ന ഒരു കോളനിയായിട്ടാണ് ഈ കത്തീഡ്രൽ കോളനി നിലകൊള്ളുന്നത്. എൻ്റെ പേര് രജീഷ്. ഞാൻ KCM കോഴിക്കോട് രൂപതേൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ആദ്യം തന്നെ അച്ഛനോടൊരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ ഈ കോളനിയിലാണ്. 1983 അച്ഛൻ ഈ വീട് കൊടുത്തത്. ഇപ്പോൾ 31 കൊല്ലമായി. എൻ്റെ ഓർമ്മയിലാണെങ്കിൽ തന്നെ അച്ഛൻ ഈ പാവപ്പെട്ടവരെ ഒരുപാട് സഹായിക്കുന്നൊരു വ്യക്തിയാണ്. ഈ പണ്ട് കാലത്ത് വീടില്ലാത്ത കുറേ ആൾക്കാർക്ക് വീട് കൊടുക്കുകയും ഈ 8 കോളനി മാത്രമല്ലാണ്ട് തന്നെ അച്ഛൻ കുറേ വീടുകൾ കൊടുത്തിട്ടുണ്ട്. കുളങ്ങര അച്ഛൻ എന്ന് പറഞ്ഞ ആൾ, കുളങ്ങര അച്ഛൻ്റെ അനിയനായിരിക്കും എഞ്ചിനീയർ.
അവർ രണ്ടുപേരും ഈ സ്ഥലത്ത് ഇവിടെ വന്ന് സ്ഥലം അവരാവശ്യപ്പെട്ട് നമ്മുടെ ജമ്മിയായിരുന്നു അയാൾ. ഈ ഞങ്ങൾ മാത്രമേ ഈ 5 സെൻറ്റ് സ്ഥലത്ത് ആ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ കോരയിൽ വന്നിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് ഈ സ്ഥലം അളക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞ്, അച്ഛാ നമ്മൾ ഒറ്റപ്പെട്ട് പോകും ഇവിടെ, നിങ്ങൾ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് തരാം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് വിട്ടു പോകരുത്, നിങ്ങളിവിടെ പൂർവിക താമസക്കാരനാണ്, നിങ്ങളെ സ്ഥലം കഴിച്ചിട്ട് മാത്രം മതി എനിക്കെൻ്റെ സ്ഥലം. അതുകൊണ്ട് നിങ്ങളെ സൗഹാർദ്ദവും നിങ്ങളെ ബന്ധങ്ങളും എല്ലാം എനിക്കിവിടെ കിട്ടണം, നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരണമാണ്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ 8 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. 4 വീടുണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വെള്ളവും അതിന് വേണ്ടി എല്ലാ സാമഗ്രികളും കൊണ്ടുപോകുന്നതും ഇതിവിടെ കൊണ്ടുപോയി ഈ വീട്ടിൻ്റെ 4 വീടിൻ്റെ സാധനങ്ങളും മുഴുവനും കംപ്ലീറ്റ് ഞാൻ എൻ്റെ സ്ഥിതിയിലാണ് ഞാൻ എത്തിച്ചു കൊടുത്തത്. അപ്പോൾ വളരെ കാലം ശേഷം നമ്മുടെ കോയയെ കാണാൻ സാധിച്ച വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ സ്ഥലമെടുത്ത് വീടൊക്കെ വെക്കുമ്പോഴത്തേനും നിങ്ങൾ എപ്പോഴും വന്ന് സഹായിക്കും. വെള്ളത്തിൻ്റെ കാര്യം അന്ന് വെള്ളമില്ലല്ലോ, അപ്പോൾ നിങ്ങളെ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം എടുത്തോളാനും പറയും. അങ്ങനെ ഈ വീടിൻ്റെ എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത അത് തന്നെ. അപ്പോൾ ഈ വീട് വളരെ സന്തോഷിച്ച ആളാണ്. ഇവിടെ ഒരു കോളനി വരുത്താനും ഈ പാവപ്പെട്ട ആൾക്ക് വീട് കിട്ടാനും ഒക്കെ വളരെയധികം സന്തോഷിച്ച ഒരാളാണ് കോയ. സഹായങ്ങൾ നമ്മൾ ചെയ്തു. അതന്നെ. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞാണ് കാണുന്നത് കേട്ടോ. കണ്ടപ്പോൾ കോയയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. 3 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇനി ഒരു മകൻ കല്യാണം കഴിക്കാനുണ്ട്. എല്ലാവരും നല്ല നിലയിലെത്തി. നല്ല ദൈവാനുഗ്രഹമാണ് കേട്ടോ. ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അതെ, നന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവം സഹായിക്കും. അപ്പം പ്രത്യേകിച്ച് ഈ വെള്ളം കൊടുക്കുക വെച്ചാൽ കുടിവെള്ളം കൊടുക്കുക വലിയ പുണ്യപ്രവൃത്തിയാണ്. അപ്പോൾ ആ പുണ്യപ്രവൃത്തിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പം ദൈവത്തിൻ്റെ കൃപ എപ്പോഴും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടട്ടെ, ഒരാപത്തും വരാതെ ദൈവം കാത്തു പാലിക്കട്ടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. കത്തീഡ്രലിൽ നിന്ന് അദ്ദേഹം സ്ഥലം മാറ്റപ്പെട്ടത് വയനാട്ടിലെ മാനന്തവാടി പള്ളിയുടെ വികാരിയും വയനാടിൻ്റെ ഫൊറോന വികാരിയുമായിട്ടാണ്. മാനന്തവാടി കോഴിക്കോട് റോഡിൽ പള്ളിയുടെ വകയായുള്ള സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് സെന്റർ പണിത് ഇടവകയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുവാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്തു. മാനന്തവാടി ടൗണിലെ ആദ്യത്തെ 2 നില കെട്ടിടമാണ് ഈ ഷോപ്പിംഗ് സെന്റർ.
ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ